പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ MA മലയാളം 2ാം സെമസ്റ്ററിലെ ഭാഷാശാസ്ത്രം പേപ്പറിലെ ഭാഷാഭേദ വിജ്ഞാനം എന്ന ഭാഗമാണ് ചർച്ച ചെയ്യുന്നത്. മനുഷ്യൻ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്നതും ആശയവുമായി വ്യവസ്ഥാപിത ബന്ധമുള്ളതുമായ ഉച്ചാരണ ശബ്ദങ്ങളുടെ സ്വരൂപ ഘടനയോടുകൂടിയ അഭ്യസ്ത വൃത്തിയാണ് ഭാഷ എന്നാണ് ഭാഷയെ നിർവചിക്കുന്നത്. മനുഷ്യൻ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്നതും ആശയവുമായി വ്യവസ്ഥാപിത ബന്ധമുള്ളതുമായ ഉച്ചാരണ ശബ്ദങ്ങളുടെ സ്വരൂപ ഘടനയോടുകൂടിയ അഭ്യസ്ത വൃത്തിയെയാണ് നമ്മൾ ഭാഷ എന്ന് വിളിക്കുന്നത്. സഹകരണത്തിനും പരസ്പര പ്രവർത്തനത്തിനും ആശയവിനിമയത്തിനും വേണ്ടി സമൂഹം ഉപയോഗിക്കുന്ന ഘടനാപരവും സ്വച്ഛാപരവുമായ വാച്യ ചിഹ്ന വ്യവസ്ഥയാണ് ഭാഷ എന്ന നിർവചനവും പ്രസക്തമാണ്. മനുഷ്യ ഭാഷകളിൽ പ്രാദേശികവും സാമൂഹികവുമായ കാരണങ്ങൾ കൊണ്ട് ഉച്ചാരണം, വ്യാകരണം, പദം, അർത്ഥം എന്നീ മേഖലകളിൽ പ്രകടമായ വ്യതിയാനങ്ങൾ ഉണ്ടാകാറുണ്ട്. മനുഷ്യഭാഷകളിൽ ഏതെല്ലാം കാരണങ്ങൾ കൊണ്ട്? പ്രാദേശികവും സാമൂഹികവുമായ കാരണങ്ങൾ കൊണ്ട് ഉച്ചാരണം, വ്യാകരണം, പദം, അർത്ഥം എന്നീ മേഖലകളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ വ്യതിയാനങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഭാഷാശാസ്ത്ര ശാഖയെയാണ് ഭാഷാഭേദ വിജ്ഞാനം എന്ന് പറയുന്നത്. പ്രാദേശിക വ്യത്യാസങ്ങൾക്കാണ് ഈ പഠനശാഖ മുൻതൂക്കം നൽകുന്നത്. ഓരോ വ്യക്തിക്കും ഓരോ ഭാഷയുണ്ട്. വ്യക്തിയുടെ ഭാഷക്കാണ് വ്യക്തി ഭാഷ എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ മാനക ഭാഷ മലയാളമാണ്. എന്നാൽ തെക്കൻ കേരളത്തിലെയും മധ്യ കേരളത്തിലെയും വടക്കൻ കേരളത്തിലെയും മലയാള സംഭാഷണത്തിന് വലിയ വ്യത്യാസം കാണാൻ കഴിയും. തിരുവനന്തപുരം ഭാഷ, കോട്ടയം ഭാഷ, തൃശ്ശൂർ ഭാഷ, കോഴിക്കോടൻ ഭാഷ, കാസർഗോഡൻ ഭാഷ എന്നൊക്കെ നമ്മളിതിനെ വിളിക്കാറുണ്ട്. ഈ ഉച്ചാരണ വ്യത്യാസം പ്രമാണിച്ച് വ്യാകരണ സംബന്ധമായി വ്യത്യാസമൊന്നുമില്ലെങ്കിലും ഉച്ചാരണ ശൈലിയിലും പദങ്ങളിലും പ്രകടമായ ദേശീയഭേദം പ്രദർശിപ്പിക്കുന്ന ഭാഷാഭേദങ്ങളെയാണ് ഉപഭാഷ അല്ലെങ്കിൽ ഡയലക്റ്റ് എന്ന് വിളിക്കുന്നത്. ഈ ഭാഷയിൽ വ്യാകരണപരമായി ഒരു വ്യത്യാസമുണ്ടാകില്ല. അതേസമയം ഉച്ചാരണ ശൈലി, പദങ്ങൾ എന്നിവയിലാണ് വ്യത്യാസം കാണുന്നത്. ഓരോ വ്യക്തിയെയും അടയാളപ്പെടുത്തുന്ന ഭാഷാ പ്രയോഗങ്ങളാണ് വ്യക്തിഭാഷകൾ. ഓരോ വ്യക്തിയെയും അടയാളപ്പെടുത്തുന്ന ഭാഷാ പ്രയോഗങ്ങളാണിവ. വ്യക്തിഭാഷകൾ ചേർന്നാണ് ഭാഷാഭേദം രൂപം കൊള്ളുന്നത്. ഒരേ ഭാഷ തന്നെ ദേശം, ജാതി, മതം, ലിംഗം എന്നിവയുടെ വ്യത്യാസം കൊണ്ട് വ്യത്യസ്ത തരത്തിൽ സംസാരിക്കപ്പെടുന്നുണ്ട്. മഴ എന്നതിന് കോഴിക്കോട് മയ എന്നാണ് പറയുന്നത്. കപ്പ എന്നതിന് തൃശ്ശൂർ കൊള്ളി, മറ്റ് ജില്ലകളിൽ മരച്ചീനി, പൂള, ചീനി എന്നൊക്കെയാണ് പറയുന്നത്. പദതലത്തിലും അതുപോലെ തന്നെ അർത്ഥതലത്തിലും ഉച്ചാരണ തലത്തിലും സംഭവിക്കുന്ന മാറ്റങ്ങൾ ക്രമാതീതമായി വർദ്ധിക്കുന്നതോടെ ഭാഷണത്തിൻ്റെ ശൈലി തന്നെ മാറിപ്പോകും. ഇങ്ങനെ ഭാഷക്കുള്ളിലൊരു ഭാഷ നിർമ്മിക്കപ്പെടുന്നു. ഇതിനെയാണ് ഭാഷാഭേദം എന്ന് പറയുന്നത്. ഒരേ ഭാഷക്കകത്ത് സംഭവിക്കുന്ന ഇത്തരം വ്യതിയാനങ്ങളുടെ കാരണം പലതാണ്. ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളാൽ ഭാഷാഭേദങ്ങൾ ഉണ്ടാകാറുണ്ട്. പർവ്വതങ്ങൾ, പുഴകൾ, സമുദ്രങ്ങൾ എന്നിവ പ്രദേശങ്ങളെയും ജനങ്ങളെയും തമ്മിൽ വേർതിരിക്കുന്ന ഘടകങ്ങളാണ്. ഇതിൻ്റെ ഫലമായി ഒരേ ഭാഷ തന്നെ പലതായി പരിണമിക്കുന്നു. മൂലദ്രാവിഡം എന്ന പൊതുഭാഷ തമിഴും മലയാളവും തെലുങ്കും കന്നഡവുമായി പരിണമിച്ചതും ലക്ഷദ്വീപിലെ ഭാഷ പ്രത്യേക മലയാളമായി മാറിയതുമെല്ലാം ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളാലാണ്. വിദ്യാഭ്യാസവും പ്രായഭേദവും ഭാഷാഭേദത്തിന് കാരണമാകുന്നുണ്ട്. വിദ്യാഭ്യാസമില്ലാത്തവരുടെയും ഉള്ളവരുടെയും ഭാഷകൾ തമ്മിൽ പ്രകടമായ വ്യത്യാസമുണ്ട്. ഭാഷാഭേദങ്ങൾ രൂപം കൊള്ളുന്നതിന് ബാഹ്യവും ആഭ്യന്തരവുമായ കാരണങ്ങളുണ്ട്. വർണ്ണവികാരം. ഒരേ പദം തന്നെ ചില ദേശങ്ങളിലും ചില വർഗക്കാരിലും ഉച്ചാരണ ഭേദത്തോടെ ഉപയോഗിക്കുന്നതായി കാണാം. അവൻ,
അവൾ എന്നീ പദങ്ങൾ ഓൻ, ഓൾ എന്നിങ്ങനെയും സ്കൂള് എന്ന പദം ഉസ്കൂൾ എന്നും രൂപാന്തരപ്പെടുന്നുണ്ട്. ഉടപ്പിറന്നവൾ, കൂടെ പിറന്നവൾ, ഓപ്പോൾ എന്നിങ്ങനെയായി മാറുന്നു. ജ്യേഷ്ഠൻ ഏട്ടനും ചേട്ടനുമാകുന്നു. ഇതെല്ലാം ഉച്ചാരണ ഭേദത്താലാണ്. ഇങ്ങനെ നിരവധി വാക്കുകൾക്ക് രൂപഭേദം സംഭവിക്കുമ്പോൾ ഭാഷയുടെ മുഖച്ഛായ തന്നെ മാറും. തദ്ദേശീയ ഭാഷയുമായി ഇടപെടുന്ന അന്യഭാഷയുമായി കൂടിച്ചേർന്നും ഭാഷാമിശ്രങ്ങൾ രൂപം കൊള്ളാറുണ്ട്. കേരളത്തിൽ കച്ചവടത്തിനായി വന്ന അറബികളുമായുള്ള ബന്ധമാണ് സാഹിത്യത്തിലുൾപ്പെടെ സ്വാധീനം ചെലുത്തിയ അറബി ഭാഷ. അതുപോലെ ബുദ്ധമത പ്രചരണത്തിനായി ശ്രീലങ്കയിലെത്തിയവർ നാട്ടുകാരുമായി ബന്ധപ്പെട്ടതിൻ്റെ ഫലമായി രൂപം കൊണ്ടതാണ് സിംഹള ഭാഷ. ഇതൊരു ഉപഭാഷയാണ്. പിന്നീട് സിംഹള ഭാഷ ശ്രീലങ്കയുടെ ദേശഭാഷയായി മാറി. ഉപഭാഷാ പഠനം പൂർവഭാഷാ രൂപീകരണത്തിനും ഭാഷാചരിത്ര പരിണാമ പഠനത്തിനും വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. ഒരു പ്രത്യേക ദേശത്തിൻ്റെ ചരിത്രവും സംസ്കാരവും മനസ്സിലാക്കാനും ഉപഭാഷകൾ തെളിവ് നൽകുന്നുണ്ട്. ഉപഭാഷാ പഠനത്തിലെ സുപ്രധാനമായ ഒന്നാണ് ഭാഷാഭേദ ഭൂപടം. ഒരു പ്രത്യേക പദത്തിന് 4 ഭാഷാഭേദങ്ങൾ ഉണ്ടെന്നിരിക്കട്ടെ. അവക്ക് യഥാക്രമം വ്യക്തമായി തിരിച്ചറിയാവുന്ന രീതിയിലുള്ള മുദ്രകൾ നൽകുക. മഷി എന്ന പദത്തിന് മഴി, മസി, മഷി, മയി എന്നീ 4 ഭാഷാഭേദങ്ങൾ ഉണ്ടെങ്കിൽ വ്യത്യസ്ത ചിഹ്നങ്ങളിട്ട് അവ രേഖപ്പെടുത്തണം. ഈ ചിഹ്നങ്ങൾ അടിസ്ഥാന ഭൂപടത്തിലെ വ്യത്യസ്ത നമ്പറുകളാൽ തിരിച്ചറിയപ്പെടുന്ന പ്രദേശങ്ങളുടെ സ്ഥാനത്ത് അടയാളപ്പെടുത്തണം. ഒരു പ്രത്യേക പദത്തിൻ്റെ ഭാഷാഭേദ ഭൂപടം ഇപ്രകാരമാണ് തയ്യാറാക്കുന്നത്. ഉദാഹരണമായി കേരളത്തിലെ ഭാഷാഭേദങ്ങളെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആദ്യമായി ഉത്തര കേരളം, മധ്യ കേരളം, തെക്കൻ കേരളം എന്നിവ ഭൂപടത്തിൽ അടയാളപ്പെടുത്തുക. ഈ ഭൂപടത്തിൽ ഓരോ ഭാഗത്തും നിലവിലുള്ള പദങ്ങളും അവയുടെ ഉച്ചാരണ ഭേദങ്ങളും അർത്ഥഭേദങ്ങളും അടയാളപ്പെടുത്തി പഠന വിധേയമാക്കുന്നു. ഒരു വസ്തുവിനെ കുറിച്ച് അറിയാൻ എല്ലായിടത്തും ഒരേ പദം തന്നെയാണോ പ്രയോഗിക്കുന്നത് എന്ന് പരിശോധിക്കാം. ഭേദങ്ങളും ഭേദമില്ലായ്മയും ഒരു പ്രത്യേക രേഖ ഉപയോഗിച്ച് ഭൂപടത്തിൽ അടയാളപ്പെടുത്തണം. അതുപോലെ തന്നെ ഉച്ചാരണ ഭേദങ്ങൾ, അർത്ഥവ്യത്യാസങ്ങൾ എന്നിവയും അടയാളപ്പെടുത്തണം. ഈ വിധത്തിലുള്ള പഠനത്തിന് ശേഷം ഒരേ രീതിയിലുള്ള പ്രയോഗത്തെ അടിസ്ഥാനമാക്കി ഒരു രേഖാചിത്രം തയ്യാറാക്കണം. ഇത്തരം രേഖാചിത്രമാണ് സമഭാഷാംശ സീമാരേഖ. പദത്തിലും അർത്ഥത്തിലും ഉച്ചാരണത്തിലുമുള്ള വ്യത്യാസങ്ങളുടെ കാരണങ്ങൾ കണ്ടെത്തിയാൽ ഉപഭാഷയുടെ ചരിത്രം കൃത്യമായി തയ്യാറാക്കാൻ കഴിയും. ഭാഷാശാസ്ത്രത്തിലെ ഏകകാലിക ഭാഷാശാസ്ത്ര പഠനം ഇത്തരം സമീപന രീതി അവലംബിച്ചുള്ളതാണ്. ഭാഷാഭേദ ഭൂപടത്തിൽ ഒരേപോലുള്ള ഉച്ചാരണങ്ങളുടെയോ വാക്കുകളുടെയോ വ്യാകരണ പ്രത്യയങ്ങളുടെയോ അർത്ഥങ്ങളുടെയോ ഈണങ്ങളുടെയോ അതിർത്തികളായി വരയ്ക്കുന്ന ഇത്തരം സാങ്കല്പിക രേഖകളെയാണ് സമഭാഷാംശ സീമാരേഖകൾ എന്ന് വിളിക്കുന്നത്. സമഭാഷാംശ സീമാരേഖകളുടെ ഒരു സമൂഹം ഒന്നിച്ച് കടന്നു പോകുമ്പോൾ അവിടം ഒരു അതിർത്തിയായി കൽപ്പിക്കാം. ഇങ്ങനെ നിർണയിക്കുന്ന അതിരുകൾക്കുള്ളിലെ പ്രദേശമാണ് ഭാഷാഭേദ മേഖല അല്ലെങ്കിൽ ഡയലക്റ്റ് ഏരിയ എന്ന് പറയുന്നത്. കേന്ദ്ര മേഖല ഉപഭാഷാ പഠനത്തിലെ സാങ്കേതിക രീതിയാണിത്. ഒരു പ്രദേശത്ത് ഒരുപോലെ ആയിരിക്കില്ല ഉപഭാഷകൾ രൂപം കൊണ്ടത്. ഭാഷാഭേദം ആദ്യമായി പ്രത്യക്ഷപ്പെട്ട സ്ഥാനമാണ് കേന്ദ്രസ്ഥാനമായി കണക്കാക്കുന്നത്. മതപരമോ സാമൂഹികമോ ആയ പ്രാധാന്യമുള്ള പട്ടണങ്ങളോ ഭരണകേന്ദ്രങ്ങളോ ആയിരിക്കും ഇത്. അവിടെ നിന്നാണ് ഭാഷാഭേദങ്ങൾ സമീപ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നത്. ജലാശയത്തിൽ കല്ല് വീണാൽ ഓളം നാനാഭാഗത്തേക്കും പടരുന്നത് പോലെ ഭാഷാപരമായ സവിശേഷതകൾ ഒരു കേന്ദ്രത്തിൽ നിന്ന് സമീപ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നു. കേന്ദ്രത്തിൽ നിന്ന് ഓളം അകന്നു പോകുന്നതനുസരിച്ച് ശക്തി കുറയുന്നത് പോലെ ഭാഷാ കേന്ദ്രത്തിൽ നിന്ന് അകന്നു പോകുന്നതനുസരിച്ച് ഭാഷാഭേദങ്ങൾ കുറഞ്ഞു വരികയും ചെയ്യും. ഭാഷാശാസ്ത്രകാരനായ ഷിംഡിറ്റിൻ്റെ
തരംഗ സിദ്ധാന്തം ഈ തത്വത്തിൻ്റെ സാധൂകരണമാണ്. അപ്പോൾ കേന്ദ്രമേഖല എന്ന് പറയുന്നത് ഭാഷാഭേദം ആദ്യമായി പ്രത്യക്ഷപ്പെട്ട സ്ഥാനമാണ്. അടുത്തത് അവശിഷ്ട മേഖല. എല്ലാ ഭാഷാരൂപങ്ങൾക്കും കൂടുതൽ സഞ്ചരിക്കാനും പുതിയ സ്ഥലങ്ങൾ പിടിച്ചെടുക്കാനും കഴിയില്ല. ചില വാക്കുകൾ പുറത്തേക്ക് സഞ്ചരിക്കാതെ ഒരു സ്ഥലത്ത് തന്നെ ഒതുങ്ങിക്കൂടും. മറ്റു പദങ്ങൾ കടന്നു ചെന്ന് ആക്രമിക്കാൻ പറ്റുന്നതിനേക്കാൾ വിദൂരമായിട്ടായിരിക്കും ഈ മേഖല സ്ഥിതി ചെയ്യുന്നത്. ഈ മേഖലക്കകത്തെ പദത്തിൻ്റെ അതേ അർത്ഥമുള്ള മറ്റു പദങ്ങൾ ഇങ്ങോട്ട് ആക്രമണം തുടങ്ങിയാലും മറ്റു വാക്കുകളാൽ വലയം ചെയ്യപ്പെട്ട് ആ പദം സംരക്ഷിക്കപ്പെടും. തൃശ്ശൂർ മലയാളത്തിലെ ക്ടാവ് എന്ന പദം ഇതിന് ഉദാഹരണമാണ്. ഈ രൂപങ്ങളെ അവശിഷ്ട രൂപങ്ങൾ എന്നും അവശിഷ്ട രൂപങ്ങൾ ഉള്ള സ്ഥലത്തെ അവശിഷ്ട മേഖല എന്നുമാണ് പറയുന്നത്. ഭാഷാ പ്രവണതകൾ പഴയപടിയിൽ തന്നെ നിലനിന്നു പോരുന്ന പ്രദേശമാണ് അവശിഷ്ട മേഖല. ചരിത്രവും ഭൂമിശാസ്ത്രവും ഭാഷാഭേദ പഠനത്തിൽ പ്രധാനമാണ്. പരിവർത്തന മേഖല. രണ്ട് ഭാഷാഭേദങ്ങൾ കൂട്ടിമുട്ടുന്ന സ്ഥലത്ത് രണ്ടിൻ്റെയും അംശങ്ങൾ കൂടിക്കലർന്ന ഭാഷാരീതി കാണാം. ഇവിടെ രണ്ട് ഭാഷാഭേദ മേഖലകളെ വേർതിരിക്കുന്ന അതിർത്തി വ്യക്തമായിരിക്കുകയില്ല. ഭാഷാരൂപങ്ങൾ സ്ഥിരതയില്ലാതെ മാറിക്കൊണ്ടിരിക്കുന്ന മേഖലയാണിത്. ബാഹ്യപ്രേരണയ്ക്ക് എപ്പോഴും വശംവദമായിക്കൊണ്ടിരിക്കുന്ന ഈ മേഖലയാണ് പരിവർത്തന മേഖല. ബാഹ്യപ്രേരണ കൊണ്ട് വ്യത്യസ്ത ഭാഷാപദങ്ങൾ വന്നു ചേർന്ന് പുതിയ ഭാഷ സംസാരിക്കുന്ന മേഖല ഇവിടെ രൂപം കൊള്ളാം. വംശീയ ഭാഷാശാസ്ത്രം. വംശം നിർമ്മിക്കാൻ മനുഷ്യൻ ഭാഷ എങ്ങനെ ഉപയോഗിക്കുന്നുവെന്നും വംശത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ ഭാഷയെയും ഭാഷാ ഉപയോഗത്തെയും എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നും പരിശോധിക്കുന്ന ഭാഷാശാസ്ത്ര മേഖലയാണ് വംശീയ ഭാഷാശാസ്ത്രം. വംശത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ ഭാഷയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ് ഇവിടെ നോക്കുന്നത്. സാമൂഹിക ഭാഷാശാസ്ത്രത്തിൽ നിന്നും നരവംശ ഭാഷാശാസ്ത്രത്തിൽ നിന്നും ഒട്ടും പിന്നിലല്ലാത്ത പ്രാധാന്യം വംശീയ ഭാഷാശാസ്ത്രത്തിനും ഉണ്ട്. വംശീയമായ ഒരു വിഷയത്തിൽ നിന്ന് വരുന്ന സംസാരത്തിൻ്റെ സങ്കീർണമായ അർത്ഥങ്ങളും പ്രത്യാഘാതങ്ങളും മനസ്സിലാക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. വംശീയമായ ഒരു വിഷയത്തിൽ നിന്ന് വരുന്ന സംസാരത്തിൻ്റെ സങ്കീർണമായ അർത്ഥങ്ങളും പ്രത്യാഘാതങ്ങളും മനസ്സിലാക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഭാഷയിലൂടെ ഒരാൾക്ക് ഒരു പ്രത്യേക വംശവുമായി ഉണ്ടാക്കിയ ബന്ധങ്ങൾ ഏറ്റെടുക്കാനോ ഉപേക്ഷിക്കാനോ അടിച്ചേൽപ്പിക്കാനോ കഴിയും. ലോകത്ത് 4000-ഓളം ഭാഷകൾ ഉണ്ട്. വികസിത ഭാഷ, അവികസിത ഭാഷ, ലിപി സമ്പ്രദായവും സാഹിത്യ സമ്പത്തുമുള്ള ഭാഷകളെയാണ് വികസിത ഭാഷകൾ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ 100-ലധികം ഭാഷകളിൽ 22 ഭാഷകൾക്കാണ് വികസിത ഭാഷാ പദവി ഉള്ളത്. 73 ഭാഷകളുള്ള ദ്രാവിഡ ഭാഷാഗോത്രത്തിലെ 4 ഭാഷകൾക്ക് മാത്രമാണ് വികസിത ഭാഷാ പദവിയുള്ളത്. അവ മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക് എന്നിവയാണ്. ഇന്ത്യയിൽ ക്ലാസിക്കൽ പദവി ലഭിച്ചിട്ടുള്ള 6 ഭാഷകളിൽ 4ഉം ദ്രാവിഡ ഭാഷകളാണ്. തുളു, ഗോഡി, കുയി, ബ്രാഹുയി തുടങ്ങിയ ബാക്കിയുള്ള ഭാഷകൾ കേവലം സംസാര ഭാഷകൾ മാത്രമായി അവശേഷിക്കുന്നു. ലിപി സമ്പ്രദായവും സാഹിത്യവും ഇല്ലാത്ത ഭാഷകളാണപ്പോൾ അവികസിത ഭാഷകൾ. ജീവൽ ഭാഷ, മൃതഭാഷ. ഒരു കാലത്ത് നിത്യോപയോഗ ഭാഷയായി പ്രചരിച്ചിരുന്ന ഭാഷകൾ പിൽക്കാലത്ത് സംഭാഷണ ഭാഷ അല്ലാതായി വെറും ഗ്രന്ഥഭാഷയായി തീർന്നിട്ടുണ്ട്. സംസ്കൃതം, ലാറ്റിൻ ഭാഷകൾ ഇതിന് ഉദാഹരണമാണ്. ഇന്ത്യയിലെ പ്രാദേശിക ഭാഷകളുടെ വളർച്ചയാണ് സംസ്കൃത ഭാഷയുടെ സാർവത്രിക പ്രഭാവം നഷ്ടപ്പെടാൻ കാരണമായത്. സംഭാഷണ ഭാഷ അല്ലാതെയായി വെറും ഗ്രന്ഥഭാഷയായി തീർന്നവയെയാണ് മൃതഭാഷ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഭാഷ മരിച്ചു എന്നല്ല, സാർവത്രിക പ്രഭാവം നഷ്ടപ്പെട്ടു എന്നതാണ് മൃതഭാഷ കൊണ്ട് അർത്ഥമാക്കുന്നത്. ലോകഭാഷകളിൽ ലാറ്റിനും ഇത്തരത്തിൽ മൃതഭാഷയായി തീർന്ന ഒരു ഭാഷയാണ്. സംസ്കൃതത്തെ പോലെ തന്നെ പ്രൗഢിയും പാരമ്പര്യവും ലാറ്റിനും ഉണ്ടായിരുന്നു. ആധുനിക യൂറോപ്യൻ ഭാഷകളുടെ ശക്തിയും സ്രോതസ്സുമായിരുന്നു ഒരു കാലത്ത് ലാറ്റിൻ. എന്നാൽ ഇന്ന്
പുരോഹിതന്മാരുടെ നാവിൻ തുമ്പിലും പഴയ ഗ്രന്ഥങ്ങളിലും മാത്രം പ്രചാരം കുറഞ്ഞ ഭാഷയായി ലാറ്റിൻ മാറിയിരിക്കുന്നു. നിത്യോപയോഗത്തിലിരിക്കുന്ന ഭാഷകളെയാണ് ജീവൽ ഭാഷ എന്ന് പറയുന്നത്. ഒരു പ്രത്യേക ജനവിഭാഗം ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന ഭാഷകളാണ് ജീവൽ ഭാഷകൾ. സംസാര ഭാഷ എന്ന നിലയിൽ സജീവമാണ് ജീവൽ ഭാഷ. ഉദാഹരണം ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, കന്നഡ എന്നിവയെല്ലാം ജീവൽ ഭാഷകളാണ്. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഈ പാഠഭാഗത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.